ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യുന്നതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ആഴ്ചയിൽ 2 തവണയെങ്കിലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അതായത് ഞാൻ കരുതിയിരുന്നത് ആഴ്ചയിൽ ഒരു വീഡിയോ എല്ലാം ചെയ്യുമ്പോൾ കുഴപ്പമില്ല എന്നായിരുന്നു. എന്നാൽ നമ്മുടെ ചാനൽ പെട്ടെന്ന് വളരണമെങ്കിൽ ആഴ്ചയിൽ മിനിമം 2 വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആഴ്ചയിൽ ഒരു വീഡിയോ ഇടുന്നതും അതുപോലെ ആഴ്ചയിൽ 2 വീഡിയോ ചെയ്യുന്നതും തമ്മിൽ വളരെ ഡിഫറൻസ് ആണ് വരുന്നത്. ഒരു വീഡിയോ ഇടുന്നതിനേക്കാൾ കൂടുതൽ ഗ്രോത്താണ് 2 വീഡിയോ ചെയ്യുമ്പോൾ വരുന്നത്. അതിനാൽ തന്നെ അറ്റ്ലീസ്റ്റ് 2 വീഡിയോ എങ്കിലും നിങ്ങൾ ചാനലിൽ ഒരാഴ്ചയിൽ ഇടാൻ ശ്രദ്ധിക്കുക. അടുത്ത ഒരു ടിപ്പ് കമൻസിനെ കുറിച്ചാണ്. നമ്മൾ നമ്മുടെ ചാനലിന്റെ വിസിബിലിറ്റി അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂട്ടുന്നതിന് വേണ്ടി എല്ലാ ചാനലിന്റെ വീഡിയോസിലും കമന്റ്സ് എല്ലാം ചെയ്യാറുണ്ട്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ചാനൽ ഗ്രോത്ത് വർദ്ധിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ ചാനലിന്റെ ഗ്രോത്ത് നഷ്ടപ്പെടുത്തുക മാത്രമാണ് അത് ചെയ്യുക. അതിനാൽ തന്നെ നിങ്ങൾ കമന്റ് നിങ്ങൾക്ക് ആവശ്യപ്പെട്ട വീഡിയോയിൽ, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വീഡിയോസിൽ മാത്രം ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ചും 2022 കമന്റ്സ് ഇതുപോലെ ഇടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കിട്ടുകയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടി എന്ന് വരാം. നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ വ്യൂസ് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുക. കാരണം യൂട്യൂബ് നമ്മുടെ വീഡിയോയിലേക്ക് വന്നിരിക്കുന്ന വ്യൂസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഓർഗാനിക് അല്ലാത്ത വ്യൂസ് ആണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ചാനൽ ഗ്രോത്തിന് അത് തടസ്സം മാത്രമാണ് ഉണ്ടാക്കുക. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോസിൽ മാത്രം നിങ്ങൾ കമന്റ്സ് ചെയ്യുക. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വീഡിയോയുടെ വോയിസ് ആണ്. നല്ല സ്ട്രോങ് വോയിസിൽ തന്നെ വീഡിയോ എടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ വീഡിയോ റെക്കോർഡായിരിക്കുന്നത് ലോ വോളിയം അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാതെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് വരുന്ന വ്യൂസ് നഷ്ടപ്പെടുത്താൻ ഇത് കാരണമാകും. അതിനാൽ തന്നെ നല്ല ഒരു മൈക്ക് നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാം. അടുത്തതും അതുപോലെ വളരെ ഇമ്പോർട്ടന്റുമായ ഒരു കാര്യമാണ് യൂട്യൂബിൽ നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന തംബ്നെയിൽ. നിങ്ങളുടെ തംബ്നെയിൽ എത്രത്തോളം നന്നാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നോ അത്രത്തോളം വ്യൂസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ തന്നെ നിങ്ങൾ തംബ്നെയിൽ നന്നായി ചെയ്യാൻ ശ്രദ്ധിക്കുക. തംബ്നെയിൽ എഡിറ്റിങ്ങിനെ കുറിച്ച് അറിയാത്തവർക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഇതുപോലെ യൂട്യൂബ് ഗ്രോത്ത് ടിപ്സ് എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്